POCO X2 ക്യാമറ റിവ്യൂ നിങ്ങളിൽ ധാരാളം പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷ്വൽസ് എങ്ങനെയുണ്ട്? ഇത് POCO X2-ലെടുത്ത ഒരു ചെറിയ വിഷ്വലാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, പോക്കോ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുകളിൽ നിൽക്കുന്നൊരു സ്മാർട്ട് ഫോണാണ്. റിയൽമിക്ക് ഒരു കോമ്പറ്റീഷൻ ആവാനായിട്ട് ഈ ഡിവൈസ് കുറച്ച് സർപ്രൈസുകളും പാക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പെക്കുകളുണ്ട്. പേടിക്കേണ്ട, ബോറടിപ്പിക്കാതെ പറഞ്ഞോളാം. POCO X2-ന് f1.9 അപ്പേച്ചറുള്ള 64 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡറി 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ f2.2 അപ്പേച്ചർ വാല്യൂലുള്ളതാണ്. f2.4 അപ്പേച്ചർ വാല്യൂലുള്ള ഇരട്ടകളെ പോലുള്ള രണ്ട് മെഗാ പിക്സൽ ക്യാമറകളാണ് ഇതിന് ഡെപ്ത് സെൻസിങ്ങിനും അതുപോലെ തന്നെ മാക്രോ ഷോട്ട്സിനും വേണ്ടി ഉപയോഗിക്കുന്നത്. സെൽഫി പർപ്പസിനായിട്ട് 20 മെഗാ പിക്സൽ f2.2 അപ്പേച്ചറിലുള്ള പ്രൈമറി ക്യാമറയും അതുപോലെ 2 മെഗാ പിക്സൽ ഡെപ്ത് യൂണിറ്റുമാണുള്ളത്. ഇത് HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഈ ഡിവൈസിൻ്റെ ക്യാമറ ആപ്പിനെ കുറിച്ച് പറയാം. സാധാരണ കാണുന്ന ഷവോമിയുടെ ഒരു ക്യാമറ ആപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2-3 സർപ്രൈസുകൾ ഈ ക്യാമറ ആപ്പിലുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ചില ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. ഇതിനകത്ത് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സ്ലോമോയ്ക്കുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നോർമൽ വീഡിയോസ് എടുക്കുമ്പോൾ വ്ലോഗ് മോഡ്, ട്രാക്ക് മോഡ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫൈ മോഡ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വ്ലോഗ് മോഡും ട്രാക്കിംഗ് മോഡുകളൊക്കെ എന്താണെന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ഉടനെ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ക്യാമറ റിവ്യൂവിൻ്റെ ലെങ്ത് വല്ലാണ്ട് കൂടിപ്പോകും. ഇനി നമുക്ക് സൂപ്പർ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രോ മോഡും ഈ ഡിവൈസ് ലഭിക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല. പണ്ട് സെപ്പറേറ്റ് ക്യാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല ഫീച്ചേഴ്സും, ഫോർ എക്സാമ്പിൾ ഫോക്കസ് പിക്കിംഗ് ഒക്കെ ഇതിനകത്ത് നേറ്റീവായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെക്കുകൾ. ഇനി നമുക്ക് ക്യാമറ റിവ്യൂയിലോട്ട് പോകാം. ഈ ഡിവൈസിൻ്റെ ക്യാമറ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് 6 വ്യത്യസ്ത മേഖലകളിൽ കൂടെയാണ് ഈ ക്യാമറ റിവ്യൂ കടന്നു പോകുന്നത്. ജനറൽ ഫോട്ടോഗ്രാഫി, വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി, മാക്രോ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ്, വീഡിയോസ്. ഈ ജനറൽ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ വീഡിയോസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 3 സബ് പോയിൻറ്റുകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കും. ആദ്യമേ തന്നെ ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കാം. ഈ ഫോട്ടോഗ്രാഫുകൾ എങ്ങനെയുണ്ട്? കളേഴ്സ്, ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. എല്ലാം വളരെ ഷാർപ്പാണ്. പിൻ പോയിൻറ്റ് പെർഫെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്ര ഭംഗിയായിട്ട് ഈ ഡിവൈസ് ജനറൽ ഫോട്ടോഗ്രാഫുകൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം സോണി IMX686 എന്ന പ്രൈമറി ക്യാമറ സെൻസർ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല ക്വാളിറ്റി ഇമേജുകൾ പ്രതീക്ഷിക്കും. അത് തീർച്ചയായിട്ടും POCO X2 ഡെലിവറും ചെയ്യുന്നുണ്ട്. ഇനി ധാരാളം ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷനുകളും ഈ ഡിവൈസിൽ അവൈലബിൾ ആണ്. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, കളേഴ്സ് എല്ലാം നന്നായിട്ട് പോപ്പപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ ഡിവൈസിൻ്റെ 64 മെഗാ പിക്സൽ മോഡിലുള്ള ഫോട്ടോഗ്രാഫുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ പിക്ചർ 64 മെഗാ പിക്സൽ മോഡിലെടുത്തൊരു പിക്ചറാണ്. 21 MB ആണ് ഈ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഡീറ്റെയിൽ ലെവൽസ് എത്രമാത്രമായിരിക്കുന്നു. നമുക്ക് സൂം ചെയ്ത് അതിൻ്റെ വളരെ ക്ലോസസിലോട്ട് പോകാം. അപ്പോൾ പോലും ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ലഭിക്കും. ഈ മോഡിൽ നമുക്ക് 4:3 എന്ന ആസ്പെക്ട് റേഷ്യോയിൽ മാത്രമേ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിത് ഒത്തിരി ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നൈറ്റ് മോഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. നൈറ്റ് മോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസിൽ കൊണ്ടുപോയി എന്ന് വേണേൽ പറയാം. ഭയങ്കര സെറ്റപ്പ് അല്ലായിരുന്നു, എന്നാൽ ഭയങ്കര ബോറും അല്ലായിരുന്നു. OnePlusൻ്റെ നൈറ്റ് മോഡിൻ്റെ ഒന്നും അടുത്ത് വന്നില്ല. ഗൂഗിളിൻ്റെ ഒക്കെ പറയണ്ടല്ലോ, 7 അയലത്ത് വരത്തില്ല. പക്ഷേ പണി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് നമുക്ക് ലഭിക്കും. ഇനി ഡിജിറ്റൽ സൂം എങ്ങനെയുണ്ട്? ഇതൊക്കെ 2x സൂമിലിട്ട് എടുത്തതാണ്. ഇതിന് 5x സൂമില്ല, 2x സൂം നല്ല ഭംഗിയായിട്ട് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആ ഉള്ള ഡെപ്തിനെ അല്പം കൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട നോർമൽ പിക്ചറുകളിലുണ്ടായിരുന്ന ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് അത് അല്പം കൂടെ എൻഹാൻസ് ചെയ്തൊരു DSLRലെടുത്ത പിക്ചറല്ലേ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി ടെക്കിയാണെങ്കിൽ 2 ഇൻഫർമേഷനും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ISP കോൾകോം തന്നെ വികസിപ്പിച്ചെടുത്ത സ്പെക്ട്ര 350 എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടൊരു ISP ആണ്. അത് വെച്ച് നമുക്ക് റോയിൽ വരെ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. സോ എത്ര ഡീറ്റെയിൽ ആണെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കാലിബറും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റിനുണ്ട്. തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ജനറൽ ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറയെ നമ്പാം.
പോക്കോ X2 8 മെഗാ പിക്സൽ f2.2 അപ്പേച്ചറിലുള്ള ഒരു ക്യാമറയാണ് വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. 8 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കണ്ടമാനം കുറയുമോ? നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പ്രൈമറി ക്യാമറയിൽ ഒരു സ്പോട്ട് നിന്നെടുത്ത ഫോട്ടോയാണ്. ഇതിൻ്റെ തന്നെ വൈഡ് ആംഗിൾ വേർഷനാണിത്. ക്വാളിറ്റി ലോസ് കണ്ടമാനം ഉണ്ടോ? ഒരിക്കലുമില്ല. 8 മെഗാ പിക്സൽ ക്യാമറ അതിൻ്റെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സാമ്പിളും കൂടെ കാണാം. ഈ ഫോട്ടോഗ്രാഫ് പ്രൈമറി ക്യാമറയിലെടുത്താണ്. ഇതേ ലൊക്കേഷൻ, അതേ സ്പോട്ട്. ഇത് വൈഡ് ആംഗിൾ ക്യാമറയിലെടുത്താണ്. സോ ക്വാളിറ്റി ലോസ് ഇല്ല. നല്ല സാറ്റിസ്ഫാക്ടറി റിസൾട്ട് വൈഡ് ആംഗിൾ ക്യാമറ നൽകുന്നുണ്ട്. ഇനി പോക്കോ X2 എടുത്ത പോർട്രേറ്റ് ഷോട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. പോർട്രേറ്റ് ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പല ക്യാമറയുള്ള സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് തന്നെ. പോക്കോ X2 കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പോർട്രേറ്റ് ഷോട്ടുകൾ നിരാശപ്പെടില്ല. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് പോർട്രേറ്റ് ഷോട്ടുകൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ X2. അൺഈവനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സെൽഫീസിൻ്റെ കാര്യത്തിൽ അതല്ല കഥ. പോർട്രേറ്റ് സെൽഫികൾ എടുക്കാനായിട്ട് 20 മെഗാ പിക്സൽ ക്യാമറയുടെ ഒപ്പം ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ മുൻവശത്തുണ്ടായിട്ട് പോലും പോക്കോ X2 ഇടയ്ക്കിടയ്ക്ക് അൺഈവൻ ബ്ലറിൻ്റെ ഇഷ്യൂ കയറി വരുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റും കൂടെ പോക്കോ X2 വന്നിരുന്നു. അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ക്യാമറ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെങ്കിൽ ഇനിയും അത് പരിഹരിക്കാനുണ്ട്. ഇതൊരു വലിയ പ്രോബ്ലമാണോ? അല്ല. കാരണം മൂവി മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ പോർട്രേറ്റ് സെൽഫികളിൽ അവൈലബിൾ ആണ്. അതിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ എഡ്ജസ് എല്ലാം ഷാർപ്പായി നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇത് ചെറിയൊരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചായിട്ട് തന്നെ നമുക്ക് കരുതാം. ഇനി പോക്കോ X2 മാക്രോ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. മാക്രോ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലാണ് ഷവോമിയോട് എനിക്ക് ഒത്തിരി ബഹുമാനമുള്ളത്. കാരണം റിയൽമിയൊക്കെ എന്തിനോ ഒരു 2 മെഗാ പിക്സൽ ക്യാമറ വെറുതെ ഒരു ഫീച്ചർ പോലെ കൊടുക്കുമ്പോൾ ആവശ്യത്തിന് കാര്യമായിട്ട് ആണ് ഷവോമി ഈ 2 മെഗാ പിക്സൽ ക്യാമറ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും മാക്രോ ഫോട്ടോഗ്രാഫുകൾ നിങ്ങൾ ഇഷ്ടപ്പെടും. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ 2 മെഗാ പിക്സൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്രോ ഫോട്ടോഗ്രാഫുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ സ്മാർട്ട് ഫോണിലെടുത്ത സെൽഫികൾ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഇതിൻ്റെ 20 മെഗാ പിക്സൽ ക്യാമറ പോക്കോ F1 ഉപയോഗിച്ച അതേ സെൻസർ ആവാൻ നല്ല സാധ്യതയുണ്ട്. എന്തായിരുന്നാലും നല്ല റിസൾട്ട് ഇതിൻ്റെ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഷാർപ്നെസ്, 2 ഡീറ്റെയിൽ ലെവൽ. സൂപ്പർബായിട്ട് ഈ 2 സംഗതികളും ഈ ഡിവൈസിൻ്റെ സെൽഫി ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഷോട്ടുകളുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കും, ഉടനെ തന്നെ പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സെൽഫീസിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പോർട്രേറ്റ് മോഡുള്ള ഒരു ചെറിയൊരു ഗ്ലിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ. പോക്കോ X2 ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മേഖലകളിൽ ഒന്നാണ് വീഡിയോസ്. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ സെക്ഷൻ 3 ഡിവൈഡ് ചെയ്യാം. മൂവിങ് ഷോട്ട്സ്, വ്ലോഗിങ് ഷോട്ട്സ്, സ്ലോമോസ്. ഈ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആ പൊരുൾ മനസ്സിലാവും. അതിനു മുന്നേ പോക്കോ X2 ക്യാമറ ആപ്പിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 4 മോഡുകളും കൂടെ ലഭിക്കുന്നുണ്ട്. ട്രാക്കിംഗ് മോഡ്, വ്ലോഗിംഗ് മോഡ്, മാക്രോ മോഡ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫൈ മോഡ്. ഇതെന്തൊക്കെയാണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ വേറൊരു റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കണ്ടമാനം നീണ്ടുപോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ടിക്ടോക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് നല്ല പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരിയേറെ സംസാരിക്കുന്നില്ല. ഞാൻ ഒരു ചെറിയ ട്രെയിലർ മാത്രം കാണിച്ചു തരാം. ഈ വ്ലോഗിംഗ് മോഡ് വെച്ചിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. വെറുതെ ആ ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ലഭിച്ച ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സംഭവം എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഞാൻ വെറുതെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, സ്ക്രീനിൽ വന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തു. അറ്റ് ദ എൻഡ് ഈ റിസൾട്ട് എനിക്ക് കിട്ടി. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഈ ഡിവൈസിലുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു സെപ്പറേറ്റ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് അത് കാണുക. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എല്ലാം, ജനറൽ വിഷ്വൽസ് എല്ലാം പോക്കോ X2 തന്നെ എടുത്തതാണ്. അപ്പോൾ ജനറൽ വീഡിയോഗ്രഫിയെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂവിങ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് സംസാരിക്കാം. പോക്കോ X2 EIS മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈമറി ക്യാമറ വെച്ചെടുക്കുന്ന ഫുട്ടേജ് അത്യാവശ്യം വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ കണ്ടമാനം സ്റ്റെബിലൈസേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒട്ടും സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയിലാണ്. വൈഡ് ആംഗിളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന പരിപാടിയില്ല. അതുകൊണ്ട് നല്ല ഷേക്കി ഫുട്ടേജ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം വൈഡ് ആംഗിൾ ഉപയോഗിക്കുക. ഇനി പോക്കോ X2 എടുത്ത ചില വ്ലോഗിംഗ് ഷോട്ടുകൾ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരസ്. ഇത് പോക്കോ X2 സെൽഫി ക്യാം ഉപയോഗിച്ചെടുക്കുന്നൊരു വ്ലോഗിംഗ് ഷോട്ടാണ്. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എങ്ങനെയുണ്ട് ഈ വിഷ്വൽസ് എന്ന്. സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് പിടിക്കുന്നത്. സോ
ഷെയ്ക്കോ ജേക്കോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. വ്ലോഗിംഗ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഒരു നോർമൽ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അത് എത്ര നന്നായിട്ട് ഇതിൻ്റെ മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ലൈറ്റിൽ നിന്ന് ഷാഡോസിലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ ഉണ്ടാകുന്ന എക്സ്പോഷർ ചേഞ്ചസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. എത്ര മനോഹരമായിട്ട് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. ഇത് 1080 at 30 FPS ക്യാപ്ചർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. വാട്ട്സ് യുവർ ടേക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു. പോക്കോ X2 ബ്യൂട്ടിഫൈ മോഡ് എനേബിൾ ആക്കി നമുക്ക് വ്ലോഗിംഗ് ഷോട്ടുകൾ എടുക്കാം. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് പോക്കോ X2 സെൽഫി ക്യാം ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു വ്ലോഗിംഗ് ഷോട്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ബ്യൂട്ടിഫൈ ഓൺ ആക്കിയിട്ടുണ്ട്. ബ്യൂട്ടിഫൈ ടു ടോപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ച് മുമ്പ് ഞാൻ എടുത്ത വിഷ്വലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുഖമൊക്കെ എങ്ങനെ ഇരുന്നതെന്ന്. ഇപ്പം ഫേസിലുണ്ടായിരിക്കുന്ന മാറ്റം, സ്കിൻ ടോൺ, ടെക്സ്ചർ എല്ലാം മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. സോ ഇറ്റ്സ് ആക്ച്വലി വർക്കിംഗ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഉണ്ട്. ഞാനിപ്പോൾ മുഖം എങ്ങനെയാണെങ്കിലും ചിരിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോക്കോ X2 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ISP ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 720 at 960 FPS നമുക്ക് സ്ലോമോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത് 960 FPS ഒരു സ്ലോമോയാണ്. സംഭവം പൊളിച്ചിട്ടുണ്ട്. സ്ലോമോയും ഈ ഡിവൈസ് നല്ല ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. വീഡിയോ അവസാനിക്കുമ്പോഴേക്ക് എനിക്ക് പറയാനുള്ളതാണ്, പോക്കോ F1 എന്ന ചേട്ടായിയോട് പോക്കോ X2 എന്ന പിൻഗാമി തീർച്ചയായിട്ടും നീതി പുലർത്തിയിട്ടുണ്ട്. ചീത്തപ്പേര് വരുത്തി വെച്ചില്ല. എല്ലാ മേഖലകളും ജനറൽ ഫോട്ടോഗ്രാഫി തൊട്ട് സ്ലോമോ വരെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിവൈസാണ് പോക്കോ X2. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.